ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, മൃഗങ്ങളുടെ വീഡിയോ ചെയ്യാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ് പക്ഷികളുടെ വീഡിയോ ചെയ്യാത്തതെന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ പക്ഷികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാധാരണ പക്ഷികളെക്കുറിച്ചല്ല, ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ പക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് അപകടം വരുത്തുന്ന ഒന്നും തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന ചില പക്ഷികളും ഈ ലോകത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള 10 പക്ഷികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം ഈ പക്ഷികൾ നിങ്ങളെ ശരിക്കും അമ്പരപ്പിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, മ്യൂട്ട് സ്വാൻസ്. ഈ പക്ഷിയുടെ ഓറഞ്ച് നിറത്തിലുള്ള കൊക്കും വെള്ള നിറത്തിലുള്ള തൂവലുകളും കണ്ടാൽ തീർച്ചയായും നമുക്കൊരു ക്യൂട്ട്നെസ് ഒക്കെ ഫീൽ ചെയ്യും. 19 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ആണ് ഈ പക്ഷികൾ ജീവിക്കാറുള്ളത്. ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പക്ഷികളിൽ പറക്കാൻ സാധിക്കുന്ന പക്ഷികൾ ഇവരാണ്. ഒരു ദിവസം 8 പൗണ്ട് വരെ ഭക്ഷണം ഇവ അകത്താക്കാറുണ്ട്. നോർത്ത് യൂറോപ്പിലും ഏഷ്യയിലും കാണപ്പെടുന്ന ഇവ വളരെ അഗ്രസീവ് സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് ഇവ ആക്രമിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. മാത്രമല്ല, ഇവരുടെ നഖം കൊണ്ടുള്ള ആക്രമണം മൂലം പല മനുഷ്യർക്കും അപകടവും സംഭവിച്ചിട്ടുണ്ട്. നമ്പർ 9, ഹാർപ്പി ഈഗിൾ. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ഈഗിൾ എന്നറിയപ്പെടുന്നത് ഹാർപ്പി ഈഗിൾ ആണ്. സൗത്ത് അമേരിക്കയിലും മെക്സിക്കോയിലുമാണ് ഈ പക്ഷികളെ കൂടുതലായി കാണപ്പെടാറുള്ളത്. ഭീമന്മാരായ ഈ പക്ഷികളുടെ ഭാരം 20 പൗണ്ടാണ്. അതായത് ഇവയുടെ ശക്തിയായ ഒരു പഞ്ച് കിട്ടിയാൽ മനുഷ്യന്റെ എല്ല് വരെ പൊടിഞ്ഞു പോകും. മാത്രമല്ല, കുരങ്ങിനെ മുതൽ മനുഷ്യക്കുഞ്ഞിനെ വരെ റാഞ്ചാൻ ഈ പക്ഷികൾക്ക് സാധിക്കും. മനുഷ്യരെ ഒട്ടും പേടിയില്ലാത്ത ഇക്കൂട്ടർ പക്ഷിയെ വളരെ റെയറായി മാത്രമേ അവരെ ഉപദ്രവിക്കാറുള്ളൂ. നമ്പർ 8, ഷ്രൈക്കേഴ്സ്. ചെറിയ കൊക്കും കുഞ്ഞൻ ശരീരവും കണ്ടാൽ വളരെ ഓമനത്വം തോന്നുന്ന ഒരു പക്ഷികളാണ് ഷ്രൈക്കേഴ്സുകൾ. പക്ഷേ ആള് ചെറുതാണെങ്കിലും ചില്ലറക്കാരനല്ല. പൊതുവെ മനുഷ്യർക്ക് ഇവർ അപകടം വരുത്താറില്ലെങ്കിലും മറ്റ് ജീവികൾക്ക് ഒരു പേടി സ്വപ്നമാണ് ഷ്രൈക്കേഴ്സുകൾ. ഇരയുടെ തല മുറിച്ചെടുത്ത് ജീവനോടെ തിന്നുന്നതാണ് ഇവരുടെ ഇഷ്ടവിനോദം. ഇവരുടെ ഈ സ്വഭാവം കാരണം ബർച്ചേഴ്സ് ബേർഡ്സ് എന്നും ഇവയെ അറിയപ്പെടാറുണ്ട്. സാധാരണ 3 മുതൽ 4 വർഷം വരെയാണ് ഇവർ ജീവിക്കാറുള്ളത്. എന്നാൽ 11 വർഷം വരെ ജീവിച്ച ഷ്രൈക്കേഴ്സുകളുമുണ്ട്. പ്രധാനമായും മറ്റു പക്ഷികൾ, തവളകൾ, പാമ്പുകൾ എന്നിവയാണ് ഇവരുടെ ഇഷ്ട ആഹാരം. നമ്പർ 7, സ്നൗൾ ഔൾ. വെള്ളമൂങ്ങ എന്നും പോളർ മൂങ്ങ എന്നും ഇവയെ അറിയപ്പെടാറുണ്ട്. വെള്ളമൂങ്ങകളിൽ ഏറ്റവും വലുപ്പമേറിയ മൂങ്ങകൾ ഇക്കൂട്ടരാണ്. സാധാരണ 10 വർഷം വരെ ആണ് ഇവർ ജീവിക്കുക. വളരെ പവർഫുള്ളായ ഇക്കൂട്ടർ കുരങ്ങൻ, മുയൽ എന്നീ ജീവികളെ നിഷ്പ്രയാസം റാഞ്ചാറുണ്ട്. ഇവരുടെ ചിറകുകൾക്ക് മാത്രം 140 സെന്റിമീറ്റർ നീളമുണ്ട്. ഇങ്ങോട്ട് ആക്രമണം തോന്നിയാലോ തൻ്റെ കൂടിന് ഭീഷണി ആയാലോ ആണ് ഇവർ മനുഷ്യരെ ആക്രമിക്കാറുള്ളത്. അവരുടെ ബീക്കിലുള്ള ബ്രൈറ്റേഴ്സ് ആണ് ശത്രുക്കളെ തിരിച്ചറിയാൻ അവർക്ക് സഹായമായി മാറുന്നത്. നമ്പർ 6, ലോൺ. വെള്ളത്തിൽ കൂടുതൽ സമയം കാണപ്പെടുന്ന ഇവരുടെ ശരീരത്തിന് കറുപ്പ് നിറവും കണ്ണിന് ചുവപ്പ് നിറവുമാണ്. ദ ഗ്രേറ്റ് നോർത്തേൺ ഡൈവർ എന്നും ഈ പക്ഷികൾ അറിയപ്പെടാറുണ്ട്. 70 മുതൽ 90 സെന്റിമീറ്റർ വരെ ഇവ നീളം വരാറുണ്ട്. കായലിലും തടാകങ്ങളിലും കൂട്ടമായി ഇവരെ ധാരാളം കാണപ്പെടാറുണ്ട്. വെള്ളത്തിനടിയിലൂടെ നീന്താനും അതുപോലെ പറക്കാനും സാധിക്കുന്ന പക്ഷികൾ കൂടെയാണ് ലോണുകൾ. പ്രധാനമായും അഗ്രസീവ് സ്വഭാവമുള്ള ഇവർ ബോട്ടിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ അറ്റാക്ക് ചെയ്യാറുമുണ്ട്. നമ്പർ 5, റെഡ് ടൈലഡ് ഹൗക്ക്. നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഭംഗിയുള്ള പക്ഷികളാണ് റെഡ് ടൈലഡ് ഹൗക്കുകൾ. ശത്രുവിനെ ഒരുപോലെ അറ്റാക്ക് ചെയ്യാനും അതുപോലെ ഒഴിഞ്ഞു മാറാനും ഇവ മിടുക്കന്മാരാണ്. 45 മുതൽ 65 സെന്റിമീറ്റർ വരെ ഇവ നീളം വരാറുണ്ട്. എന്നാൽ ഇവരുടെ ചിറകിന് മാത്രം 1 മുതൽ 1.5 മീറ്റർ വലുപ്പമുണ്ടാകും. പൊതുവെ ശാന്തരായ ഇക്കൂട്ടർ ചില സമയത്ത് മനുഷ്യരെ അറ്റാക്ക് ചെയ്യും. പ്രധാനമായും തൻ്റെ മുട്ടകൾക്ക് ഭീഷണിയാകുമോ എന്ന് ഭയന്നാണ് അവ മനുഷ്യരെ ആക്രമിക്കാറുള്ളത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇവരുടെ പരിക്കേറ്റ പല ആളുകളും ഗുരുതര അവസ്ഥയിലായിരുന്നു. ചില സമയത്ത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ 4, സൗത്തേൺ ജയന്റ് പെട്രൽ. 80 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ നീളം വരുന്ന ഒരു പടുകൂറ്റൻ പക്ഷിയാണ് ജയന്റ് പെട്രൽ. ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും കാണപ്പെടുന്ന ഇവ നല്ല നീന്തൽ വിദഗ്ധർ കൂടിയാണ്. കടലിൽ കാണപ്പെടുന്ന കടൽ സിംഹങ്ങളാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം. 20 വയസ്സുവരെ ജീവിക്കുന്ന ഇവരുടെ നീണ്ട കൊക്കുകളാണ് അവരെ കൂടുതൽ അപകടകാരികളാക്കുന്നത്. തൻ്റെ ചിറകുകൾ കൊണ്ടും മനുഷ്യരെ ഇവ ആക്രമിക്കാറുണ്ട്. നീന്തലിലും പറക്കലിനും പുറമെ നന്നായി ഓടാനും ഈ പക്ഷികളെ കൊണ്ട് സാധിക്കും. നമ്പർ 3, ബിയർഡഡ് വൾച്ചർ. ലാമാഗിയർ എന്നും ആസാഫ്രാജ് എന്നും ഈ പക്ഷികൾ അറിയപ്പെടാറുണ്ട്. നമുക്കറിയാം, എല്ലാ കഴുകന്മാരും ശവം തിന്നുന്നവരാണ്. അതുപോലെ തന്നെയാണ് ബിയർഡഡ് വൾച്ചറും. 10 മുതൽ 15 പൗണ്ട് വരെ തൂക്കം ഇതിനുണ്ടായിരിക്കും.
അതുകൊണ്ട് തന്നെ ആട് മുതൽ മാനിനെ വരെ കൂളായി റാഞ്ചാൻ ഈ പക്ഷികളെ കൊണ്ട് സാധിക്കും. അങ്ങനെ റാഞ്ചിയതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിന്, മനുഷ്യക്കുഞ്ഞിനെ വരെ ഇവ റാഞ്ചാറുണ്ട്. ഒരുപാട് ഉയരത്തിലെത്തിയ ശേഷം റാഞ്ചിയ ഇരയെ താഴേക്കിട്ട് കൊല്ലും, എന്നിട്ട് കൊത്തി തിന്നും. 45 വയസ്സുവരെ ആണ് ഈ പക്ഷികൾ ജീവിക്കാറുള്ളത്. നമ്പർ 2, പെലിംഗൻസ്. വെള്ളത്തിൽ അധിക സമയം ജീവിക്കുന്ന പക്ഷികളിൽ ഏറ്റവും വലുപ്പമേറിയ പക്ഷികളാണ് പെലിംഗനുകൾ. നീണ്ട കൊക്കുകളും അതിനടിയിലുള്ള സഞ്ചിയുമാണ് ഈ പക്ഷിയുടെ മറ്റൊരു പ്രത്യേകത. ഈ കൊക്ക് തന്നെയാണ് ഇവരുടെ പ്രധാന ആയുധവും. ഏകദേശം 1.5 മുതൽ 3.5 മീറ്റർ ആണ് ഇവരുടെ കൊക്കിന്റെ നീളം. 15 വർഷം വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ. വെള്ളത്തിൽ നിന്ന് പിടിക്കുന്ന ആമകളും മീനുകളുമാണ് ഇവരുടെ ഇഷ്ട ആഹാരം. എന്നാൽ നായാപ്പൂച്ച ജീവികളെ വരെ ഇവ നിഷ്പ്രയാസം അകത്താക്കും. ബോട്ടിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരെയും ഇവ ആക്രമിക്കാറുണ്ട്. നമ്പർ 1, ഗോൾഡൻ ഈഗിൾ. അമേരിക്കയിലെ ഏറ്റവും വലിയ പക്ഷികളാണ് ഗോൾഡൻ ഈഗിളുകൾ. 60 കിലോമീറ്റർ ചുറ്റളവിൽ പറക്കാൻ ഈ പക്ഷികളെ കൊണ്ട് സാധിക്കും. വലുപ്പമേറിയ മൃഗങ്ങളെ വരെ തൂക്കിയെടുക്കാൻ ഈ പക്ഷികൾക്കൊരു സീനുമില്ല. 150 km/h ആണ് ഇവരുടെ വേഗത. ഏതൊരു ജീവിയെയും അറ്റാക്ക് ചെയ്യാനും മുറിവ് വരുത്താനും ഈ പക്ഷികളെ കൊണ്ട് സാധിക്കും. മനുഷ്യരെ ഇവ ആക്രമിക്കാറുണ്ടെങ്കിലും ഇതുവരെയും മരണം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ചില പക്ഷികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ പക്ഷികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ചെറുപ്പത്തിൽ എന്നെ കോഴിയെല്ലാം ഓടിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഓടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള രസകരമായ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.